മേഗൻ 2 തിയേറ്ററിൽ പോയി കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമ വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. OTT കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ മേഗൻ സിനിമ കണ്ടിട്ട് നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ അതിൻ്റെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ, അതുകൂടാതെ സിനിമ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്നതാണ്. മേഗൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമയും പോകുന്നത്. മേഗൻ 2 വരുമ്പോൾ മേഗന് കുറച്ചുകൂടി അപ്ഗ്രേഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലൻ ആണെങ്കിലും കുറച്ചുകൂടി പവർഫുൾ ആണ്. എനിവേ ഇതെല്ലാം തന്നെ നമുക്ക് ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും കാണാൻ പറ്റും. എന്ന് വെച്ച് വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണെന്ന് ഞാൻ പറയില്ല. ഇതിൽ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേഗൻ ഒരു സയൻസ് ഫിക്ഷനും അതുപോലെ തന്നെ ഹൊററും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇവൻ ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും അതിന്റെ ഹൊറർ എലമെന്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേഗൻ 2 വരുമ്പോഴും ആ ഒരു ഹൊറർ എലമെന്റ്സ് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സയൻസ് ഫിക്ഷൻ ആണ് ഇതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള AI അഡ്വാൻസ്മെന്റും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഈ സിനിമയിലും കാണുന്നത്. AI പവേർഡ് ആയിട്ടുള്ള റോബോട്ട്സിന് സെൽഫ് അവെയർനെസ് ഉണ്ടാവുന്നു. അപ്പോൾ ആ റോബോട്ട്സ് അതിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവങ്ങൾ തുടർന്നാൽ മനുഷ്യരാശിക്ക് ദോഷമായിട്ട് വരും എന്നുള്ളൊരു കാര്യം കഴിഞ്ഞ സിനിമയിലും കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിലും അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ തന്നെയാണ് വരുന്നത്. വലിയ സ്പോയിലർ ഒന്നും ഇല്ലാത്ത കാര്യമാണ് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്നത്. ഒരു ബേസ് സ്റ്റോറിയാണ്. അത് അറിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ അത് വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല. ജെമ്മ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണോ, കമ്പ്യൂട്ടർ എക്സ്പേർട്ട്. അപ്പോൾ പുള്ളിക്കാരി ഒരു റോബോട്ടിനെ ഉണ്ടാക്കും. മേഗൻ എന്നാണ് പേര്. തൻ്റെ നീസിന് വേണ്ടിയിട്ട്, KDക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു റോബോട്ടിനെ അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ റോബോട്ടിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് റോബോട്ട് പരിശ്രമിക്കുമ്പോൾ അതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സും കൂടി ഉണ്ടാകുന്നുണ്ട്. മേഗൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അതിൽ എൻഡിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും മേഗന് അതിൻ്റെ ബോഡി നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ അത് കംപ്ലീറ്റ്ലി ഇല്ലാതായി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മേഗൻ 2 വരുന്ന ഒരു സമയത്താകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചറിയുന്നു മേഗൻ എവിടെയും പോയിട്ടില്ല. അത് അവരെ സീക്രട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അഥവാ അവരുടെ ലൈഫിൽ മേഗൻ അപ്പോഴും ഉണ്ട്. ഈ ഒരു ടൈമിലാണ് മിലിറ്ററി അവരുടേതായിട്ടുള്ള ഒരു AI റോബോട്ടിനെ നിർമ്മിക്കുന്നതും അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ സീക്രട്ട് മിഷൻസ് നടത്തുന്നതും. പക്ഷേ ആ റോബോട്ടും സെൽഫ് അവെയർ ആവുകയും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തുടങ്ങുന്നു. ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഗനെ ബേസ് ചെയ്തിട്ടുള്ള അതേ കോഡ് തന്നെയാണ് ഈ റോബോട്ടിനും യൂസ് ചെയ്തിട്ടുള്ളത്. ആ റോബോട്ടിൻ്റെ ടാർഗറ്റിൽ പെട്ടവരാണ് നമ്മുടെ ജെമ്മയും അതുപോലെ തന്നെ നെഫ്യൂ KDയും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അവരുടെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ മേഗൻ തിരിച്ചു വരണം. അതാണ് ഈ സിനിമയുടെ ബേസ് ലൈൻ. പിന്നീട് അങ്ങോട്ടേക്ക് നടക്കുന്ന സംഭവങ്ങളാണ് നമുക്കധികം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതും അതുപോലെ തന്നെ നമുക്ക് എൻജോയ്മെന്റ് കൂടുതൽ തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് പാർട്ടിലേതുപോലെ തന്നെ മേഗന് ഇതിലൊരു ഡാൻസ് സംഭവമുണ്ട്. പക്ഷേ അത് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും പ്രോമിനൻ്റ് അല്ല, അല്ലെങ്കിൽ അതുപോലെ ഭയങ്കര ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുള്ള ഒന്നൊരു സംഭവങ്ങളൊന്നുമല്ല. പിന്നെ ടോട്ടലി ഒരു അപ്ഗ്രേഡ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫസ്റ്റ് പാർട്ടിലെ മേഗനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുമായിട്ട് തട്ടിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അവർ മേഗൻ 2 മേഗനെയും തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും തിരക്കഥ സംഭവങ്ങളൊക്കെ നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. നമുക്ക് ബോറടിക്കാതെ സിനിമ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിലും അവരെല്ലാ രീതിയിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ സിനിമയിലെ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. മേഗൻ ഫസ്റ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ അവർ എഡിറ്റിംഗ് പാർട്ടിൽ എനിക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചൊരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ 3 കഥാപാത്രങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ ഓരോ ആൾക്കാരുടെ മുഖത്തേക്ക് ഇങ്ങനെ മാറി 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 ഇങ്ങനെ കട്ട് ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ഡയലോഗിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ലോങ് ഷോട്ട് കൂടി വെച്ചിട്ട് ആ പെട്ടെന്നുള്ള ഈ കട്ടിങ് ഒഴിവാക്കിയിട്ട് അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതെ കുറച്ചുകൂടി ആ സിനിമയിലേക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയുമാണ് എനിക്കൊരു പ്രധാനമായിട്ട് നെഗറ്റീവായിട്ട് പറയാൻ തോന്നുന്ന കാര്യങ്ങളുള്ളത്. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നല്ലൊരു സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കും. പ്രത്യേകിച്ച് എക്സ്ട്രാ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ സിനിമ കാണുക. കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം വേസ്റ്റ് ആയില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെയുള്ള തരത്തിലുള്ളൊരു സിനിമ വാച്ചിങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് മേഗൻ 2 നൽകിയത്. നിങ്ങൾക്കും മേഗൻ 2 അങ്ങനെ ഒരു നല്ല സിനിമ അനുഭവമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെയും പരിഗണിക്കുക.